അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നീലം ബേക്സ് ആൻഡ് കഫേയിലാണ്. ശരിക്കും പറഞ്ഞൊരു ബേക്കറി പ്ലസ് കഫേ. അത് മാത്രമല്ല ഇവിടെ ഞാൻ നോക്കിയ സമയത്ത് എത്ര യുണീക്കായിട്ട് തോന്നി. ഇവരത് ഇതേപോലെ ചെടിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കയറാൻ പോകുന്ന പ്രശസ്തമായ കൂണൂരിലുള്ള നീലം കഫേ ആൻഡ് ബേക്സിലാണ്. ഈ കാണുന്നതാണ് നീലം കഫേ ആൻഡ് ബേക്സ്. ആക്ച്വലി ഇത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂണൂർ സിംസ് പാർക്ക് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൻ്റെ പുറമേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു കഫേയിലേക്ക് വരാൻ പറ്റും. ഇത് ഭയങ്കര റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു കഫേയാണിത്. അപ്പോൾ ഉള്ളിലൊന്ന് കയറി വരാം. ഇവിടെ ഇതിനുള്ളിൽ അറേഞ്ച്മെൻ്റ് എന്തെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. മേലെ ആണെങ്കിൽ നമുക്കെല്ലാം ഓർഡർ ചെയ്യും. ഇവിടെ കേക്കും ബണ്ണെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറി പോകുന്ന വഴിയും നല്ല രസമുണ്ട്. ഈ കാണുന്നതാണ് കഫേ. ഇവിടെ ഹോട്ട് ഡോഗ്, സാൻഡ്വിച്ച്, ബർഗർ, മിനി പിസ്സ, മഞ്ചീസ്, പിന്നെ മോക്ടെയിൽസ്, ഹോട്ട് ബീവറേജ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നീലം ബേക്സ് ആൻഡ് കഫേയിലാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ബേക്കറി പ്ലസ് കഫേ. അത് മാത്രമല്ല ഇവിടെ ഞാൻ നോക്കിയ സമയത്ത് എത്ര യുണീക്കായിട്ട് തോന്നി. ഇവരത് ഇതേപോലെ ചെടിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് കാക്ടസ് എന്നാണ് പറയുന്നത്. ഇതിന് 350 റുപ്പീസാണ് വരുന്നത്. കുറേ ഉണ്ടോ ഈ സൈഡ് കിടക്കുന്ന ഒക്കെ ഇതേപോലെയാണ്. ചായ ഒന്നോ ഇതാണോ ഹോട്ട് ചോക്ലേറ്റ്? മൂഡീസ് ഊട്ടിയില് ഇത് 100 വാങ്ങണം. എങ്ങനെയുണ്ട്? അവിടുത്തെ പോലെ ഫുള്ള് ചോക്ലേറ്റ് അല്ല, കുറച്ച് വാട്ടർ ബാംഗ്ലൂരിൽ കിട്ടുന്നൊക്കെ പോലെ. എന്തായാലും ഇതിൻ്റെ കൂടെ ചായ ഉണ്ട്. ചായ എന്തായാലും കുടിച്ചത് നമുക്ക് ആദ്യം ഇതൊന്ന് കുടിച്ചോളാം. ഭയങ്കര തിക്നെസ് കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ചൂട് ചൂട് ചൂട്. ഇവരുടെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ താഴെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ഫുള്ള് കാണാം. പിന്നെ ഇവിടെ ഫ്രണ്ടിലാണ് ഈ ഒരു പാർക്ക് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഈ ചെടികളൊക്കെ ഇതേപോലെ വെക്കാൻ വേണ്ടി വെച്ചാണ്. ഇതിന് ഓരോന്നിനും പേര് വരെ വെച്ചിട്ടുണ്ട്. പിങ്ക് സിങ്കോണി, എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമില്ല. ഈ കാണുന്ന എല്ലാം ഇതേപോലെ വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകും. ഓരോന്നിനും ഓരോന്നിൻ്റെതായ വില ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതിന് വരുന്നത് 350 വരുന്നുണ്ട്. പിന്നെ ഇതും 150 വരുന്നുണ്ട്. 380. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സൈഡിലുണ്ട് ഇതേപോലെ കുഞ്ഞൻ കുറച്ച് ചെടികൾ. ജസ്റ്റ് ഒരു 250 റുപ്പീസൊക്കെ വരുന്ന ഇതാണ്.